സ്വാതന്ത്ര്യം മുഴുവൻ അനുഭവിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. നമുക്ക് പണ്ട് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. കൊച്ചുകുട്ടികൾ കേൾക്കുന്നുണ്ടാകണം, സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിലാണ് ഞാനും എന്നെ പോലെയുള്ള ആൾക്കാരുമൊക്കെ ഇന്ത്യയിൽ ജീവിച്ചിരുന്നത്. എങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടിയത്? വെറുതെ കിട്ടിയതാണോ എന്നൊക്കെ ആർക്കെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിൽ സ്വാതന്ത്ര്യം വെറുതെ കിട്ടിയതല്ല. ധാരാളം ആൾക്കാർ, നമ്മുടെ മുത്തച്ഛന്മാരും അവരുടെ മുത്തച്ഛന്മാരും ഒക്കെ ധാരാളം വർഷങ്ങളിൽ സമരം ചെയ്തിട്ടാണ്, ബ്രിട്ടീഷുകാരുടെ അടികൊണ്ടിട്ടാണ്, ബ്രിട്ടീഷുകാരുടെ തോക്കിന്റെ മേലിൽ നിന്ന് കൊടുത്തിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല. ഈ മഹത്തായ കാര്യം സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്ന നിങ്ങളെപ്പോലുള്ള കുട്ടികളോട്, പുതിയ തലമുറയോട് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തേണ്ടത് ഒരാവശ്യം കൂടിയായി ഇപ്പോൾ വന്നിരിക്കുന്നു. കാരണം നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തുന്ന ഒരു പ്രത്യേകത ഇന്ന് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും നടക്കുകയാണ്. ധാരാളം പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു ഭാരതത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ ഇനിയും തുടരാൻ പാടില്ല എന്നാണ് സ്വാതന്ത്ര്യ പ്രേമികൾ, നല്ല പൗരന്മാരെന്ന നിലയിൽ നാം ഒക്കെയും ആഗ്രഹിക്കേണ്ടത്. പക്ഷേ നാം ആഗ്രഹിക്കുമ്പോൾ തന്നെയും ഇവിടെ ധാരാളം പ്രശ്നങ്ങൾ നടക്കുകയാണ്. പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നതിനെപ്പറ്റി കൊച്ചുകുട്ടികളായ നിങ്ങളോട് പറയുന്നതിൽ ഒരു കാര്യമില്ല. പക്ഷേ ഇതിനൊക്കെ മാറ്റം വന്നേ തീരും. മാറ്റം വരണമെങ്കിൽ എന്താണ് വേണ്ടത്? സ്വാതന്ത്ര്യത്തിൻ്റെ വില അറിഞ്ഞ് നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ നല്ല പൗരന്മാരായിട്ട് വളരണം. നല്ല പൗരന്മാരായിട്ട് വളർന്നെങ്കിൽ മാത്രമേ ഭാവിയിൽ ഒരു നല്ല ഭാരതം ഉണ്ടാകും. ഒരു നല്ല ഭാരതം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നുള്ള എല്ലാ പ്രശ്നങ്ങളും അന്ന് തീരും. ഭാവിയിലെ ഒരു പൗരൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരാണ് ഭാവിയിൽ ഇന്ത്യയുടെ ഭരണചക്രം തിരിക്കുന്നതെന്ന് നിശ്ചയിക്കാനാവില്ല. നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രി ഒരു കാലത്ത് ഒരു സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു. അങ്ങനെ പല വലിയ വലിയ മഹാന്മാരും വെറും സാധാരണക്കാരനായിരുന്നു. അങ്ങനെയുള്ള ആളാണ് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്നത്. നാളെ നിങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ ഒരുപക്ഷെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ മന്ത്രിമാരോ ഒക്കെ ആയിത്തീരേണ്ടതാണ്. അങ്ങനെ ആയിത്തീരണമെങ്കിൽ ഇന്ന് തന്നെ അതിനുവേണ്ടി സജ്ജരാകണം. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കടമ നിങ്ങൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം പകർന്നു തരിക എന്നുള്ളതാണ്. നിങ്ങളോട് എൻ്റെതായിട്ട് കുറേയേറെ സന്ദേശങ്ങളുണ്ട്. കാരണം ഭാവിയിൽ നിങ്ങളാണ് ഈ രാജ്യം ഭരിക്കേണ്ടത് എന്നുള്ള ആ കാഴ്ചപ്പാട്. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഒരു ഉത്തമ പൗരനായിട്ട് തീരണം. നിങ്ങളെല്ലാവരും നല്ല പൗരന്മാരായിട്ട് തീരണം. പൗരന്മാരെന്താണെന്നൊന്നും ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കില്ല. നിങ്ങൾ നല്ല കുട്ടികളായിട്ട് വളരണം. നല്ല കുട്ടികളായിട്ട് വളർന്നിട്ട് വേണം നിങ്ങൾക്ക് ഇവിടെയുള്ള തെറ്റായ പ്രവണതകളോട് പ്രതികരിക്കാൻ.